കമോൺ, ഞാൻ നിനക്ക് എന്തൊക്കെ ജോലിയുണ്ടെന്ന് പറഞ്ഞുതരാം. വാ, ഫോളോ മീ. ഓ, ഈ കാലമടൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ? ഇവിടൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒരു മാഗസിൻ തയ്യാറാക്കാനുള്ള ഐഡിയസ് ഒക്കെ ഇവിടുന്ന് കിട്ടും. അല്ലേലും ഇവിടൊക്കെ ആയിരുന്നു ജീവിക്കേണ്ടത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എന്ത്, ഞാൻ മുന്നേ ഇവിടെ വരേണ്ടതായിരുന്നു. ഓ, ഇവിടെ വാ അടഞ്ഞിരിക്കത്തില്ലേ? എന്താ ശിവേട്ട, എന്തെങ്കിലും പറഞ്ഞോ? അല്ല, നിന്റെ വാ അടച്ചു വെക്ക്, അല്ലെങ്കിൽ വല്ല പ്രാണികളും കേറും. ഓ, എന്താ ഇങ്ങനെ? അല്ല, നീ ഇന്നലെ നടന്ന കാര്യം വല്ലോം അമ്മായിടത്ത് വല്ലോം പറഞ്ഞോ? ഇന്നലെയോ? ഇന്നലെ എന്ത് നടന്നേ? ഓ ശിവ, ഇന്നലെ റൂമിൽ നടന്ന കാര്യം വല്ലോ? റൂമി? ഇതൊക്കെ ഞാൻ എങ്ങനെ അമ്മയോട് പറയുന്നേ? എനിക്കിത്ര നാണോമാരൊക്കെ ഉണ്ട്. ഓ, ഒന്നും പറഞ്ഞ എനിക്കില്ലെന്നായിരിക്കും. എന്താ? ഒന്നുമില്ല. ആ, അമ്പലത്തി ഇറങ്ങ. കൊള്ളാം, നല്ല അമ്പലം. നീ പോയി തൊഴുതിട്ട് വാ. ശിവേട്ടൻ വരുന്നില്ലേ? ഇല്ല, നീ ചെന്നത് പെട്ടെന്ന് തൊഴുതിട്ട് വാ, എനിക്ക് ഓഫീസിൽ പോണം. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ? വാ ശിവേട്ട, തൊഴുതിട്ട് വരാം. ഇല്ല, നീ പൊക്കോ. ഇങ്ങോട്ട് വാ മനുഷ്യ. ഇടി. ഇതാരാ ശിവ? ഇത് മാധവമ്മയുടെ മൂത്ത മോള സാക്ഷി. ആണോ? കുഞ്ഞിലെ പോലും കുട്ടിയൊന്നും കണ്ടിട്ടില്ല, അങ്ങ് കൊണ്ടുപോയതല്ലയോ അന്യനാട്ടിലോട്ട്. എന്തായാലും ഭഗവാൻ ഇവിടെ തന്നെ കൊണ്ടെത്തിച്ചല്ലോ, നന്നായി വരും. ശരി തിരുവേനി. അഗ്നേട്ടാ. മനു, എന്താടാ പണിയൊക്കെ ഒരു ഇതൊന്നും കഴിഞ്ഞാ? കഴിഞ്ഞേട്ടാ. എന്ത് വെയിലാന്നേ. അതോ നല്ല ചൂടുണ്ട്. അല്ല, ഇതാരാ? ഇത് ഇഷാനി, എൻ്റെ അമ്മായിയുടെ മോളാ. ഓ, മാധു അമ്മയുടെ മോള്. ഹായ്. ഹലോ. എന്നാ നിങ്ങളെ പണി നടക്കട്ടെ. ശരി ഏട്ടാ. ബൈ. ബൈ ഇഷാനി. ഓ, ഇങ്ങോട്ട് വാ. വരുന്നു. ഇത് മുഴുവൻ നിങ്ങളുടെ സ്ഥലമാണോ? അതെ. എന്താ? ജസ്റ്റ് ഞാൻ ചോദിച്ചേ ഉള്ളൂ. ശിവേട്ടൻ. ശിവേട്ടാ. ഇഷാനി, പതുക്കെ. ഇഷു, ഏട്ടൻ ഓഫീസിൽ പോയില്ലായിരുന്നോ? ഒന്നും പറയണ്ടടാ. ഇവിടെ ചിലവർ അമ്പലത്തിൽ പോന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന്റെ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ അവളെ കൊണ്ട് കാണിച്ചേ പറ്റും. അവളൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് സമയം ഒരുപാട്. പിന്നെ ഞാൻ ഇനി ഓഫീസിൽ പോയിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇനി പോരുന്നു. ബെസ്റ്റ്. അല്ലെങ്കിൽ സാക്ഷിക്ക് പിന്നെ പ്രകൃതിപരമായ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാ. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. വാ. എന്താ ഇഷു, നീ തളർന്നോ? ഭയങ്കര വെയില്, എന്റെ കൈയൊക്കെ ടാൻ അടിച്ചു ശിവേട്ടാ. സാരയില്ല. അവിടെ നെല്ലല്ലേ ഏട്ടാ? അത് സാക്ഷി, അവിടെ നെല്ല. നമുക്ക് വിളവെടുപ്പ് സമയം ആവുന്നല്ലോ, എല്ലാം നല്ല രീതിയിൽ നടന്നാ മതി. അതൊക്കെ നടക്കും ഏട്ടാ. ഇയാൾക്കൊരു പണി കൊടുത്താലോ? ഈ ചെളിയിലോട്ടങ്ങ് തള്ളിയിട്ടാലോ? ശിവേട്ടാ ഒന്ന് മാറിയേ. നീ ഇതെവിടെ പോന്ന? അതൊക്കെ ഉണ്ട് ചേച്ചി. ശിവേട്ടൻ വിളിക്കുന്നു. അങ്ങോട്ട് ചെല്ല്. കടുവേ. ഇഷാനി. അയ്യോ, വാട്ട് ഈസ്? അയ്യോ ചേച്ചി. അയ്യോ ഷു, വാ എഴുന്നേക്ക്. എന്റെ ദേഹത്ത് മൊത്തം ചെളിയായി ചേച്ചി. സാരമില്ല, വാ. ഇത് ഇത്ര സ്മെല്ല്? ചാണകത്തിൽ വീണ പിന്നെ സ്മെല്ല് എടുക്കത്തില്ലേ? വാട്ട്? ചാണകം? യോ കടുവേ, ചിരിക്കണ്ട, നിങ്ങക്ക് പണി ഞാൻ തരുന്നുണ്ട്. ചെല്ല്. ആദ്യം മോള് പോയി 4-5 വെള്ളത്തിൽ കുളിച്ചിട്ട് വാ, എന്നിട്ട് പണി ഉണ്ടാക്കാൻ വാ കേട്ടോ. ഓ, ഈ നാശം കറണ്ട്. ഒന്ന് അരയ്ക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് സമ്മതിക്കരുത് കേട്ടോ. എന്താ അമ്മ? മിക്സിയിലാണെങ്കിൽ എടാ, ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി അരപ്പ് കൊണ്ട് വെച്ചതും കറണ്ടും പോയി. ബെസ്റ്റ്. പണി തരാം. ഇഷാനി, ഇങ്ങ് വന്നേ. എന്താ?
അമ്മ ആ അരപ്പെടുത്ത് ഒരു പാത്രത്തിലാക്കി അവളെ കൊടുക്ക്. എന്തിനാടാ? അല്ല കറണ്ടിന് ഇപ്പൊ കുറച്ച് കഴിഞ്ഞല്ലേ വരത്തോളൂ. ആ അമ്മിക്കല്ലെങ്ങ് അരക്കട്ടെ ഇവള്. അത് അമ്മ മോനെ ആ ഇപ്പൊ കൊണ്ടുവരാവേ. അമ്മിക്കൽ? വാട്ട് അമ്മിക്കൽ? വാട്ട് ഈസ് ദാറ്റ് അമ്മിക്കൽ? വെയിറ്റ് ചേട്ടൻ കാണിച്ചു തരാം. ആ ഇതാ മോളെ. ഫോളോ മീ. ഇതാണ് അമ്മിക്കൽ. ഇതാണോ അമ്മിക്കൽ? ഇതെന്താ ചെയ്യണ്ടേ? ഇതങ്ങ് തട്ടിയിട്ടിട്ട് അങ്ങ് അരയ്ക്കുക. ഓ ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ. അയ്യോ ഇത് പൊങ്ങുന്നില്ല. പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞാ പോരാ, അങ്ങോട്ട് പൊക്കുക. അയ്യോ പണി തന്നെ അല്ലേ. പിന്നല്ലാതെ അങ്ങോട്ട് അരക്കടി. അങ്ങോട്ട് നല്ലോണം അരക്കടി. നിനക്കെന്തോ നീ രാവിലെ ഒന്നും കഴിച്ചില്ല, അങ്ങോട്ട് അരക്കടി നല്ലോണം. അറിയുന്നില്ല. അരയുന്നില്ല പറഞ്ഞാ പോരാ, അങ്ങോട്ട് അരക്ക്. ഇങ്ങനെ ആക്ക്. അയ്യോ തെന്നി പോന്ന്. അങ്ങോട്ട് അരക്ക. എന്റെ ഈശാനി നിങ്ങളൊരപ്പം കൊണ്ടുപോത്. അയ്യോ അയ്യോ എന്താ അവിടെ? അത് അയ്യോ എന്റെ മോൻ. എടാ ജീവനുണ്ട്. എന്ത് വാടി നീ എന്റെ ചെറുക്കനെ കൊല്ലൂ? അത് പിന്നെ എനിക്ക് പണി തന്നിട്ടിരുന്ന് ചിരിക്കുവോ അമ്മ? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ അങ്ങനത്തെ പണിയിലൊക്കെ കൊടുക്കുന്നത്. ഇവിടൊക്കെ മാഗസിൻ തയ്യാറാക്കാനുള്ള ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ആ അതെനിക്കറിയാം. സാക്ഷി കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഇല്ലേട്ടാ. காதல் மழையாயுள் வரை தூருமடா என்னை மறந்தாலும் உன்னை மறவாத நெஞ்சோடு நான் இருப்பேன் அழகூரில் பூத்தவளே. നീ ഈ സാരി വലിച്ചു ചുറ്റിക്കൊണ്ട് എന്തിനാ ഈ പാടത്തൂടെ നടക്കുന്നത്? തട്ടി വീഴത്തില്ലേ സാക്ഷി? അത് നിനക്ക് വേറെ ഡ്രസ്സില്ലേ? അത് ഇല്ല, ഒരു കുർത്തി ഉള്ളായിരുന്നു, അത് ഇഷ്യൂ എടുത്ത്. എന്നാ വാ നമുക്ക് ഡ്രസ്സ് മേടിച്ചിട്ട് വരാം. വാ. നീ ചെന്ന് സെലക്ട് ചെയ്യ. ഇത് കൊള്ളാല്ലേ? നീ എന്ത് ഈ ഓറഞ്ച് കളർ മാത്രം സെലക്ട് ചെയ്യുന്നത്? നിന്റെ ഫേവറേറ്റ് കളർ ഓറഞ്ച് ആണോ? അതെ തോന്നി. ഇങ്ങ് വാ, ഞാൻ സെലക്ട് ചെയ്ത് തരാം. ഇത് കൊള്ളാം, ഇതും എടുക്കാം. വാ ബില്ല് പേ ചെയ്യാം. സാർ ഇത്രയും മതിയല്ലോ? മതി സാർ, ഞാൻ ഇത് കാറിലോട്ട് എടുത്ത് വെക്കാം. ഓക്കെ. ഇതെന്താ ഇങ്ങനെ പറയുന്നേ? കാരണം ഇത് ഞങ്ങളുടെ ഷോപ്പായോണ്ട്. എന്താ നിങ്ങളുടെ ഷോപ്പാണോ ഇത്? അതെ. നിങ്ങളുടെ സ്വന്തം ഷോപ്പാണോ ഇത്? അതെ. നീ വാ. അല്ല ശിവേട്ടാ, നിങ്ങൾക്ക് സ്വന്തം ഷോപ്പൊക്കെ ഉണ്ടോ? അതല്ലേ നീ ഇപ്പൊ കണ്ടത്. ഷോപ്പുണ്ട്, മില്ലുണ്ട്, പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് അഗ്നേട്ടൻ എന്താ കൃഷിപ്പണിയും കൂടെ നടക്കുന്നത്? അത് അവൻ അതിഷ്ടമായോണ്ടാടി. പിന്നെ അച്ഛൻ്റെ നിർബന്ധത്തിലാണ് പ്രൊഫസർ ആയത്. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ ഈ നാട്ടിലെ ഒരു കോടീശ്വരന്മാരാണല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓ അത് ശരി. മതി വാചകം അടിച്ചത്, കേറ്. എന്ത് ചൂടാ ഇവിടെ. ഒരു നൈറ്റ് വാക്കിന് പോയാലോ? പോവാം. വരുന്നതിന് എനിക്ക് കണ്ടു പരിചയമുണ്ടല്ലോ. ഇഷാനിയുടെ ഇത്. ഇഷാനി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാനിത് നൈറ്റ് വാക്കിന് ഇറങ്ങിയതാ. നൈറ്റ് വാക്കിനോ? ഇവിടോ? ഞാൻ യു കെയിലൊക്കെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നല്ലോ. അത് യു കെ, ഇത് കേരള. അതും ഇങ്ങനത്തെ ഒരു വില്ലേജിൽ പെൺകുട്ടികളാരും രാത്രി ഇങ്ങനെ ഇറങ്ങാറില്ല. അതെന്താ? പെണ്ണുങ്ങൾക്കോ ആണുങ്ങൾക്കോ ഇവിടെ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇവിടുത്തെ ആണുങ്ങള് കഞ്ചാവ് ടീംസൊക്കെ ഈ പാരാത്രി ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാറുണ്ട് വഴിയിലൊക്കെ. അതുകൊണ്ട് മോളെ പോകുമ്പം സൂക്ഷിച്ചു പോകണം. പത്രത്തിലല്ല പീഡന കേസിലോ ഒക്കെ കൊലപ്പെട്ടെന്ന് പറഞ്ഞ് വാർത്ത കണ്ടിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ കുരുങ്ങാനൊന്നും വയ്യ. പീഡനം? അപ്പം മോള് നൈറ്റ് വാക്ക് പോയിട്ട് ഞാൻ വീട്ടിൽ പോവാം. അയ്യോ കടുവേ. അല്ല അഗ്നിയേട്ടാ, ഞാനും വരുന്നു. അല്ല അപ്പം നൈറ്റ് വാക്കിന് പോകണ്ടേ? ഇത്രയും നൈറ്റ് വാക്കിയാൽ മതി. ഇനി നാളെ രാവിലെ വാക്കാം. അത് നല്ലത്. ബാ. അങ്ങനെ തന്നെ. ഹരിചന്ദന മലരിലെ മധുവായി
ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ആ ഇത് രാവിലെ എന്ത് ഈ പാട്ടൊക്കെ എന്തുവാ പാറുമ്മ ഇതെന്തൊച്ചയാ കുറച്ച് പയ്യെ പഠിപ്പിക്ക്. ഓ സോറി മോളെ, ഞാൻ എപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാ. സോറി ഇനി പയ്യെ പഠിപ്പിക്കാം. ഓക്കെ. അല്ല മാഡം എങ്ങോട്ടാ പോന്നേ? ആ ഉറങ്ങാൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ കൂടെ പാടത്ത് വരണമെന്ന്. പോയി ചെന്ന് കുളിച്ചിട്ട് വാ, നമുക്ക് പാടത്തോട്ട് പോവാം. ഇന്നും? ആ ഇന്നു മുതലാണ് നിന്റെ ജോലി തുടങ്ങുന്നത്. നിന്നെ ഞാൻ പഠിപ്പിക്കാം എങ്ങനെയൊക്കെ ചെടികൾ നടണം, എങ്ങനെയാണെന്ന് ഞാറ് നടുന്നത് എല്ലാം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ആ ശരിയാ മോളെ, അവനെല്ലാം പഠിപ്പിച്ചിരുന്നു. നീ അങ്ങോട്ട് ചെല്ല്. ഇവിടെ ഉണ്ടായിരുന്നോ? ആ പിന്നെ ചെല്ല്, പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ. എൻ്റെ ഒരു വിധി. ഒരു 10 മിനിറ്റ്സ് ശരി, പോയി കുളിച്ചിട്ട് പെട്ടെന്ന് വാ. ആ ശരി. അമ്മ ഞങ്ങൾ പോയിട്ട് വരാവേ. ആ അഗ്നി ഒന്ന് നിന്നടാ. എന്താ അമ്മ? ഇങ്ങ് വന്നേ മോനെ. എന്താ അമ്മ? എടാ പിന്നെ അവക്കധികം പണിയൊന്നും കൊടുക്കണ്ട കേട്ടോ. അല്ലടാ കൊച്ചല്ലേടാ, അവക്കങ്ങനെ അറിയത്തൊന്നുമില്ലല്ലോ. ശരി. ആ മോളെ ടാറ്റാ ബൈ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഇവിടെ വായി നോക്കിയിരിക്കാതെ ആ കൊന്ന മരത്തിന് പോയി തടം എടുക്കും. കൊന്നമരോ? ആരെ കൊന്നമരം? നിനക്ക് കൊന്നമരം അറിയത്തില്ല? ഇല്ല. ദാ അതാണ് കൊന്നമരം. ഇതെന്താ ഇത്രയും മഞ്ഞ കളർ പൂ? അതാണ് അതിന്റെ പ്രത്യേകത. നീ വാ, ഈ മമ്മൂട്ടി വെച്ച് ഇതിന് തടം എടുക്ക്. തടം? എന്താ? ഒന്നുമില്ല. എന്നാ എടുക്ക്. ഇതിനെങ്ങനെ ഇനി തടം എടുക്കുന്ന? എന്താണോ എന്തോ, ഒന്നും അറിയത്തുമില്ല. ഇത് ചെയ്തില്ലെങ്കിൽ ഇയാൾ എന്നെ വിഴുങ്ങുകയും ചെയ്യും. കുരിശ്. ഇവളെന്തോ കാണിക്കുന്നേ? അതെ മാഡം, മണ്ണിന് നോവത്തില്ല കേട്ടോ. ഇങ്ങനല്ല, ഇനി എടുക്ക്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വേണം ചെയ്യാൻ, കണ്ടോ? ഇനി നീ ഒന്ന് എടുത്തേ തടം. ഓക്കെ. നീ എന്ത് കാണിക്കുന്നത്? നീ ആ പൈപ്പ്, അടിയിലുള്ള പൈപ്പൊക്കെ പൊട്ടിക്കുവോ? ഇത് നിന്റെ തന്തയുടെ വകയൊന്നും അല്ല. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ പറയുന്നത്? നീ പയ്യെ തടം എടുക്ക്. അഗ്നേട്ടാ, ഇങ്ങ് വന്നേ. ആടാ വരുന്നു. ദേ പയ്യെ തടം എടുക്കണം. ആ പൈപ്പ് ഒന്ന് പൊട്ടിക്കരുത്, ദൈവത്തെ ഓർത്ത്. ശരി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരും. നല്ല വൃത്തിയായിട്ട് ഈ മരത്തിന് തടം എടുത്ത് വെച്ചേക്കണം. ഓക്കെ? എന്നാലേ നിനക്ക് ഇന്ന് ഫുഡുള്ളൂ. ഓക്കെ? ഓക്കെ. ഗുഡ് ഗേൾ. അപ്പൊ ചേട്ടൻ പോയിട്ട് വരാം. കാലമാടൻ കടുവ, ഇയാൾ എൻ്റെ ജീവൻ എടുക്കും. എൻ്റെ കൈയൊക്കെ നോക്കി, എന്ത് മനോഹര കൈയായിരുന്നു. ഇപ്പം മണ്ണും ചെളിയെല്ലാം പറ്റി എൻ്റെ നെയിൽസ് എല്ലാം വൃത്തിയിട്ട്. ഓ മൈ ഗോഡ്, എനിക്ക് കാണണ്ട. അല്ല, ഈ മരം എന്താണ് ഈ കൊന്ന മരം എന്ന് പറയുന്നത്? നീ ആരെങ്കിലും ഇവിടെ കൊന്നുവാണോ? ഗോഡിനറിയാം. എന്നാലും UK കിടന്ന എന്നെ നീ ഈ പട്ടിക്കാട്ടി കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തിയില്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് പോയതല്ലയോ? എന്തിനാ നീ ഇങ്ങനെ കാണിച്ചെന്നോട്? ഞാൻ ഒറ്റക്കായില്ലേ? അതെ. ഓ കാലമടം വന്നോ? എവിടെ? ഇവിടെ. ഹായ്. നീ ആരാ? ഞാൻ കേശു. കേശുവോ? അതെ, കേശു. നിന്റെ ചെല്ലച്ചി
അല്ല അതൊക്കെ ഓക്കേ, നീ എന്താ ഇവിടെ? ഞാനിവിടെ ജോലി ചെയ്യുന്നതാ. ഓ അതാണോ? ഞാനിങ്ങനെ ഇതിൽ കൂടെ പോയപ്പോഴാണ് നിന്റെ ഈ ഒറ്റപ്പെടലിന്റെ സങ്കടം ഞാൻ കേട്ടത്. അതുകൊണ്ട് വന്നതാ. യു മീൻ നീ എനിക്ക് കൂട്ടുവന്നതാണോ? അതെ ആ, ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്റെ സങ്കടം കേൾക്കാൻ. അതെ, ഞാൻ ഇപ്പോഴും കാണും. യു ഷുവർ? എന്താ? ഉറപ്പാണോന്ന്? ആ അതെ, ഉറപ്പാ. ഓക്കെ സെറ്റ്, ലെറ്റ്സ് ഫ്രണ്ട്സ്. യെസ്. അല്ല കേശു, ഇതിനെന്താ കൊന്നമരം ഒന്ന് പേരിട്ടേക്കുന്നേ? ഇവിടെ വെച്ച് ആരെങ്കിലും കൊന്നായിരുന്നോ? ആ, ഇതിനൊരു വലിയ കഥയുണ്ട്. എന്താ കഥ? ഞാൻ പറഞ്ഞുതരാം. ത്രേതായുഗത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീത അന്വേഷണത്തിന് വേണ്ടി സഖ്യത്തിൽ ഏർപ്പെട്ടു. ബാലിയെ നിഗ്രഹിച്ച സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന. സുഗ്രീവന്റെ നിബന്ധന അംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബാലിയെയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബാലിയ മറഞ്ഞിരുന്നു ബാണമെയ്തു. രാമൻ ബാലിയെ വധിച്ചു. ഒരു മരത്തിന് പിന്നിൽ മറിഞ്ഞിരുന്നാണ് ഭഗവാൻ ശ്രീരാമൻ ബാലിയെ വധിക്കുന്നത്. പിന്നീട് എല്ലാവരും ഈ മരം കാണുമ്പോൾ ബാലിയെ കൊന്ന മരം എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പിന്നീട് കൊന്ന മരമായി മാറി. ഇതിൽ മനംനൊന്ത ആ മരം ഒരു തെറ്റും ചെയ്യാത്തതിനാൽ ബാലിയെ കൊന്നതിൻ്റെ പഴി താൻ കേൾക്കേണ്ടി വരികയാണെന്ന സങ്കടം ഭഗവാൻ ശ്രീരാമനോട് പറഞ്ഞു. എന്നോടുകൂടി സംഘത്തിൽ ഉണ്ടായത് കൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും. സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ പോയി. ഭഗവാന്റെ വാക്കുകൾ ശിരസ വഹിച്ചു കൊന്ന മരം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. കലികാലം ആരംഭിച്ചു. അങ്ങനെ കൃഷ്ണഭക്തിയായ ഒരു കുട്ടി. ആ കുട്ടിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കുട്ടിയുടെ വന്ന് കളിക്കണം എന്നായിരുന്നു ആ കുട്ടിയുടെ വലിയ ആഗ്രഹം. അത് ദിവസവും ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഭഗവാൻ ഈ കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാൻ ചോദിച്ചു, നിനക്ക് എന്ത് വരവാണ് വേണ്ടത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നിന്നെ കണ്ടില്ലേ, എനിക്ക് ഇതിൽ കൂടുതൽ വരവ് എന്താണ് വേണ്ടത് കണ്ണാന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ തൻ്റെ അരയിൽ കിടന്ന സ്വർണ്ണ അരിഞ്ഞാണം ആ കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ ആ കുട്ടി അത് മേടിച്ചു. തൻ്റെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു, ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് ആരും വിശ്വസിച്ചില്ല. നീ ചുമ്മാ പറയാന്നൊക്കെ പറഞ്ഞ് ആരും അത് വിശ്വസിച്ചില്ല. ആ കുട്ടിക്കങ്ങ് വിഷമായി. അങ്ങനെ നട തുറന്നപ്പം ശ്രീകോവിലിനകത്തിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ അരിഞ്ഞാണം കാണുന്നില്ല എന്ന് തിരുമേനി പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയിൽ കിടക്കുന്ന അരിഞ്ഞാണം അതേപോലത്തെ അരിഞ്ഞാണം. അപ്പം എല്ലാവരും പറഞ്ഞു ഈ കുട്ടി അത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ ഇത് കേട്ട് മനം നൊന്ത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ അരിഞ്ഞാണം പൊട്ടിച്ചെടുത്ത് കൊന്ന മരത്തിനകത്തോട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെ ആ കൊന്ന മരം സ്വർണ്ണപ്പൂക്കളാൽ നിറഞ്ഞു. അതാണ് നമ്മുടെ കൊന്നമരത്തിന് സ്വർണ്ണപ്പൂക്കൾ വരാൻ കാരണം. ഇതാണ് കൊന്നമരത്തിന്റെ കഥ. ഓ അങ്ങനാണല്ലേ. ഇഷാനി. ആ കേശു, ഞാൻ പോവാണേ, അല്ല കടുവ എന്നെ വിഴുങ്ങും. നാളെ കാണാം. എന്താ? നീ ഇതുവരെയായിട്ടും കൊന്നയ്ക്ക് തടവെടുത്ത് കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. എന്നാ വാ ഫുഡ് കഴിക്കാം. അങ്ങനെ നല്ല കാര്യം വല്ലതും പറ. കുട്ടികൾക്കിപ്പോൾ അരങ്ങേറ്റമൊക്കെ ആയില്ലേ? അരങ്ങേറ്റത്തിൻ്റെ സമയമൊക്കെ ആവാറായി. ആണോ? സാക്ഷിക്ക് കുറച്ചൊക്കെ അറിയാം ക്ലാസിക്കൽ ഡാൻസൊക്കെ. പക്ഷെ ഇഷുവിന് ഒട്ടും അറിയത്തില്ല. നാത്തു ഇഷുവിനൊന്നും പഠിപ്പിച്ചു കൊടുക്കുമോ? ആ അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. എന്നാൽ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാം. ഇഷു. ആ അമ്മേ, എന്താ? ഇതാ എന്നെ പാറോമ്മ വിളിക്കുന്നു. എന്താ പാറോമ്മ? മോക്ക് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിച്ചു തരട്ടെ. ക്ലാസിക്കൽ ഡാൻസോ? അത് പഠിപ്പിച്ചു തരാടാ. ഓക്കെ, എന്നാ നിങ്ങൾ ഇരുന്ന് പഠിക്കേ, ഞാൻ പോട്ടെ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ശരി. അല്ലടാ, അവിടെ എന്താ ഇത്ര സൗണ്ട്? എന്താന്ന് നോക്കാം, വാച്ചാ. ഇതെന്തത്? but you're never gonna get it. तेरे हाथ कभी ना आनी, माने ना माने कोई दुनिया, ये सारी मेरे इश्क की है दीवानी. Hey you, I know you want it but you're never gonna get it. तेरे हाथ कभी ना आनी, माने ना माने कोई दुनिया, ये सारी मेरे इश्क की है दीवानी. अब दिल करता है हौले हौले से मैं तो खुद को गले लगाऊं. किसी और की मुझको जरूरत क्या, मैं तो खुद से ही प्यार जताऊं. What's my name? What's my name? What's my name? My name.
ഇതെന്റെ അമ്മ തന്നെ ആണോ? ഇവളെന്റെ അമ്മ ഇങ്ങനെയൊക്കെ ആക്കിയോ ദൈവമേ. She lucky Japani. I'm too sexy for you. പാറു, ആ എന്താ ഏട്ടാ? നീ എന്ത് കോലാടി കാണിക്കുന്നേ? ദിസ് ഇസ് ഡാൻസ് മഹിയച്ചാ. ഇതാണോ ഡാൻസ്? പാറു, ഇതല്ല നിന്റെ ഡാൻസ്, ഇങ്ങനല്ല നിന്റെ ഡാൻസ്. മഹിയച്ച ഇത് സിനിമാറ്റിക് ഡാൻസാ. പാറമ്മ നല്ല രീതി ചെയ്യുന്നുണ്ട്. അവൾ കളിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പം ഞാനും എനിക്ക് പഠിപ്പിച്ചിരാന്ന് വെച്ച്. അപ്പോൾ എൻ്റെ കൊച്ചൻ എനിക്ക് പഠിപ്പിച്ചു തന്ന്. നല്ല ബെസ്റ്റ്. ഞാൻ എന്നാ പോട്ടെ, ഇവിടെ നിന്നാ ശരിയാവത്തില്ല. അഗ്നി മോനെ, ഇവളെവിടെ കിട്ടിയാൽ മതിയല്ലോ അല്ലേ? ആ ഏട്ടാ മതി. എടി മുയൽക്കുട്ടി, നിനക്ക് അടുത്ത പണി വരുന്നടി. ഓ മൈ ഡിയർ, ഐ എം കമ്മിങ്. എന്താ? ആ പശുവിനൊന്ന് കറക്ക്. ഞാനോ? ഏയ് വേണ്ട വേണ്ട വേണ്ട. ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഇറ്റ്സ് സിമ്പിൾ. ഇതാണ്ടേ, ഇത്തിരി വെള്ളം ഒഴിക്കുക, ഇങ്ങോട്ട് കറക്കുക, എന്ന് പറഞ്ഞ് കറക്കിങ് എടുക്കുക, അത്രേ ഉള്ളൂ. വേണ്ട. അങ്ങോട്ട് ചെല്ലടി, അങ്ങോട്ട് കറക്ക്. നിനക്ക് ഞാൻ പണി തരുന്നടി കാട്ടുമുയലേ. അയ്യോ അയ്യോ എടോ കടുവേ, തന്നെ ഞാൻ. ഈ പിള്ളേരെന്ത് കാണിക്കുന്നേ? ചക്കിക്കൊത്ത ചങ്ങല തന്നെ. മാധവമ്മ എന്തായി കാണിക്കുന്നത്? നീ കണ്ടില്ലേ, ഞാൻ തൂക്കുക. മാധവമ്മയ്ക്ക് മുട്ട് പായെന്നല്ലേ പറഞ്ഞേ, എന്നിട്ടാണോ ഇങ്ങനെ നടന്ന് തൂക്കുന്നത്? അതെന്ത് ചെയ്യാനാടാ, ഇവിടെ മൊത്തം മാവരെ കണ്ടോ. ഇവിടെ ഉള്ളവരൊക്കെ എന്തിയേ? സാക്ഷിയും ഇഷാനിയും എന്തിയേ? സാക്ഷി ശിവരോടെ പോയേക്കുവാ. അപ്പൊ ഇഷാനിയോ? ഇഷാനി മോളുണ്ട്. അവളെ എന്നെ ഞാൻ മാധവമ്മ ഇത് ഇവിടെ ഇട്ടിട്ട് പൊക്കോ. എടാ മോനെ, മാധവമ്മ പൊക്കോളാനല്ലേ പറഞ്ഞത്? ഓ ശരി. ഇഷാനി ഓ എന്താ, എന്തിനാ കൂവുന്നേ? ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കോ. ഞാൻ ഇപ്പോഴല്ലേ ഒരു പണി കഴിഞ്ഞിട്ട് വന്നിരുന്നത്. എന്തുവാ നിങ്ങൾക്ക് 24 മണിക്കൂർ എനിക്ക് പണി വന്നോണ്ടിരിക്കുവാണോ? നിന്നോട് തൂത്ത് വൃത്തിയാക്കാൻ ഇവിടെ ഒരു ഇല പോലും കാണില്ല. പറഞ്ഞേക്കാം, മരിയൊക്കെ തൂത്തോ. उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् ഉണരടി നീ ഉണരുകിടാത്തി, പുലർവെട്ടമുദിക്കണ മുമ്പേ പണിയുണ്ടടി 100 കൂട്ടം. ഇന്നാ പിടി താക്കോൽ കൂട്ടം. പാടത്ത് പണിക്കും പോണം, പുര നോക്കാൻ ആളും വേണം. എന്താണടി കുത്തണ നോട്ടം, നല്ലോണം അടിക്കടി മുറ്റം. ഉണരടി നീ ഉണരുകിടാത്തി, പുലർവെട്ടമുദിക്കണ മുമ്പേ പണിയുണ്ടടി 100 കൂട്ടം. ഇന്നാ പിടി താക്കോൽ കൂട്ടം. അറിയാത്തൊരു പെണ്ണെ കേട്ടോ, അരനാഴിക നേരം കൊണ്ടേ കൊയ്തോണം പുഞ്ചക്കണ്ടം. നെല്ലെണ്ണി നിറച്ചോളം 10,000 തകതിമിതോ, ഇല്ലെങ്കിൽ നിനക്കില്ല താഴം. നെല്ലെണ്ണി നിറച്ചോളം 10,000 തകതിമിതോ, ഇല്ലെങ്കിൽ നിനക്കില്ല താഴം. തകതിമിതോ ഉണരടി നീ ഉണരുകിടാത്തി, പുലവെട്ടമുദിക്കണ മുമ്പേ പണിയുണ്ടടി 100 കൂട്ടം. ഇന്നാ പിടി താക്കോൽ കൂട്ടം. പാടത്ത് പണിക്കും പോണം, പുര നോക്കാൻ ആളും വേണം. എന്താണടി കുത്തണ നോട്ടം, നല്ലോണം അടിക്കടി മുറ്റം. മഹിയേട്ടാ. എന്താ മോളെ? ഏട്ടനോട് ഏട്ടത്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? അത് സാക്ഷിക്ക് ഇപ്പോൾ കല്യാണപ്രായമായല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, ശിവയെ കൊണ്ട് സാക്ഷിയെ വിവാഹം കഴിപ്പിച്ചാലോന്ന്. എന്താ ഏട്ടൻ്റെ അഭിപ്രായം? സാക്ഷി എൻ്റെ മൂത്ത മരുമകളായിട്ട് കൊണ്ടുവരുന്നതിൽ എനിക്ക് ഒരു എതിർ അഭിപ്രായവും ഇല്ല മാധു. പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണോ എന്ന് അറിയണ്ടേ? അത് വേണം. നാത്തു ഒന്ന് ശിവയോട് സംസാരിക്കുമോ ഇതിനെപ്പറ്റി? ഞാൻ സംസാരിക്കാടി, അവൻ അങ്ങനെ എതിരഭിപ്രായം ഒന്നും പറയില്ല. എന്തായാലും ഏട്ടത്തി ഒന്ന് സംസാരിച്ച് നോക്ക്. ആ അത് കണ്ടോ?
അതെന്താ സാധനം? ഇങ്ങനെയാണ് നിലമുഴുത് മറിക്കുന്നത്. നമുക്ക് പഠിക്കണ്ടേ? വേണ്ട. വേണം. വേണ്ട. വേണം. ഇങ്ങോട്ട് പാടി. ഓ, ഇതെന്തൊരു സാധനം. അങ്ങോട്ട് നടക്ക് പശു. ഇനി കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോ. മോട് പോലെ പണിയെടുപ്പിച്ചിട്ട് അവർ പറയുന്ന കേട്ടില്ലേ? അയ്യോ, എനിക്ക് വയ്യേ. എനിക്ക് യോക്കെ പോയാ മതിയേ. എനിക്കിവിടെ നിൽക്കണ്ട. എന്താ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നത്? ഓ, നീ വന്നോ? ആ കാലമാണും കടുവ എന്നെ പണിയെടുപ്പിച്ച് കൊല്ലും കേശു. ഈശു, നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. ആ പാടങ്ങൾ കണ്ടോ? അത് മുഴുവൻ അഗ്നിയേട്ടന്റെ കഷ്ടപ്പാടാ. അഗ്നിയേട്ടനുണ്ടായത് കൊണ്ടാ ഇതെല്ലാം ഇതേപോലെ ഇപ്പോഴും നിലനിൽക്കുന്നത്. പാവം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും അയാൾക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്. ഇഷു, നീ എന്താ ചിന്തിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നീ എന്തിനാ എപ്പോഴും അഗ്നിയേട്ടനടുത്ത് വഴക്കിടുന്നത്? അത് അയാൾ എപ്പോഴും എനിക്ക് പണി തരുന്നുണ്ടാ. നീ ഇങ്ങനെ വഴക്കിടുമ്പോ അഗ്നിയേട്ടൻ ഇതിലും വലിയ പണി നിനക്ക് തരും. അതുകൊണ്ട് നീ ഇനി കുറച്ച് നല്ല രീതിയിൽ അഗ്നിയേട്ടനോട് പെരുമാറ്. അപ്പൊ കുറച്ചേ പണി തരത്തോളൂ. എനിക്കൊന്നും വയ്യ. അയാൾ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരും. ഇതാണ് നിന്റെ പ്രശ്നം. നിന്റെ ഈ എടുത്തുചാട്ടം കുറച്ചാ എല്ലാ പ്രശ്നവും തീരും. ഇനി നീയും കൂടെ ഉള്ളായിരുന്നു ഉപദേശിക്കാൻ. എല്ലാം കൂടെ കേട്ട് എനിക്ക് സ്ട്രെസ് ആകുന്നു. എന്താകുന്നു? സ്ട്രെസ്. എന്താന്ന്? ഓ, ഇവന് അത് ഈ മാവില്ലേ? മാവിലെ ഫ്രൂട്ടില്ലേ? സോറി, മാവിൽ തൂങ്ങിക്കിടക്കുന്ന സാധനല്ലേ? മാങ്ങ. അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓ, അപ്പം മാങ്ങയാണ് സ്ട്രെസ്. വേണ്ട, നീ പറയണ്ട. ഞാൻ പോയിട്ട് വരാവേ. ഇനി ഇവിടെ നിന്നാ എനിക്ക് വട്ടാകും. ഇവിടെ ഉള്ളതും കണക്കാ, വന്നതും കണക്കാ, എല്ലാം കണക്കാ. ഓ, എന്റെ ദൈവമേ, ഇവക്ക് എന്തു പറ്റി? പാറോമ്മ, എന്താ ഇഷ്യൂ? ഈ കൃഷി മൊത്തം അഗ്നിയേട്ടനാണോ നോക്കിയത്? അതെ, അത് മുഴുവൻ അഗ്നിയുടെ കഷ്ടപ്പെടാ മോളെ. പുറമെ കാണിക്കുന്ന ഈ ദേഷ്യം ഉണ്ടെന്നേ ഉള്ളു. ആളൊരു പാവാ. ഓ, അപ്പൊ കീശു പറഞ്ഞത് സത്യവല്ലേ? എന്താ മോളെ? ഒന്നുമില്ല പാറോമ്മ. അഗ്നിയേട്ടാ, ശിവേട്ടൻ ഇന്നലെ വന്നില്ലായിരുന്നോ? ഇല്ല, ഒരുപാട് വർക്ക് ഉണ്ടായോണ്ട് ഏട്ടൻ അവിടെ കിടന്നു. ഓ, എടാ, ശിവ ഇതുവരെ വന്നില്ലേ? ഇല്ല അമ്മേ. മോളെ, നീ അങ്ങോട്ട് പോവാണോ? പാറോമ്മേ, ശിവേട്ടനെ വിളിച്ചോണ്ട് വേണം പോകാൻ. എന്നാ മോള് പോയിട്ട് വാ. നീ ഇതുവരെയായിട്ടും കുളിച്ചില്ലേ? പാടത്തോട്ടൊന്നും പോകുന്നില്ലേ? പോണം. ആം റെഡി. അമ്മേ, ഞാൻ കാണുന്നത് തന്നെയല്ലേ അമ്മയും കാണുന്നത്? ആടാ മോനെ. ഓ മാൻ, ഇതുവരെയായിട്ട് റെഡി ആയില്ല? പഞ്ച്വാലിറ്റി വേണം മിസ്റ്റർ, പഞ്ച്വാലിറ്റി. നീ എന്നെ പഞ്ച്വാലിറ്റി പഠിപ്പിക്കുന്നോ? കൊള്ളാം. എന്താ മോളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? പാടത്തോണ്ടേ? പാടത്തോ? അമ്മ, കാക്ക വല്ലതും മലന്ന് വറക്കുന്നോന്നൊന്ന് നോക്കിയേ. കൊച്ചിനെ കളിയാക്കാൻ നീ പോയി റെഡി ആയിട്ട് വാടാ. മോള് വാ. ഇന്ദ്രേട്ടാ, ആരാന്നൊന്ന് നോക്കിയേ. ഞാൻ കുറച്ച് ബിസിയാ, നിന്റെ ആങ്ങളോട് പറ. ഏട്ടാ, ഞാൻ അതിലും വലിയ തിരക്കിലാ മാധു. ഓ, ഇവരെ കൊണ്ട് ഞാൻ പോയി നോക്കാൻ പാറുമ്മേ. അഞ്ജു, ഗായു, നിങ്ങളെന്താ ഇവിടെ? നീ ഒന്ന് സങ്കടപ്പെട്ട അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ മുത്തേ? അതാ ഞങ്ങൾ ഇങ്ങ് വന്നത്. അതിന് ഞാൻ അയ്യോ, എനിക്ക് വയ്യേ. അഞ്ജു, ഗായു, എനിക്ക് പറ്റുന്നില്ലടി. ആ കാലമാടൻ കടുവ അയാൾ എന്നെ കൊല്ലു. ഇങ്ങനെ പോയ എന്നെ രക്ഷിക്കടി. എവിടെ എവിടെ നിന്റെ കാലമാടൻ? ഓ, ഇവളുമാര് രണ്ടും കൽപ്പിച്ചാണല്ലോ. ഇഷാനി, വാ പോവാം. ഇഷു, അതാണോ നിന്റെ കാലമാടൻ കടുവ? കണ്ടാ തന്നെ അറിയില്ലേ ഗായു? അത് തന്നെ. നിങ്ങളായിരുന്നോ? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അതാൻറ്റി, അതമ്മേ, ഈ ഒരു വിഷു ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓ അതെയോ, അതെന്തായാലും നന്നായി. ഇതാര്? ഓ മൈ ഇന്ദ്രച്ചൻ. എന്റെ പിള്ളാരെ, ഒരു വാക്കോലും പറഞ്ഞില്ലല്ലോ നിങ്ങള്.
അത് ഇന്ദ്രാച്ചനൊരു സർപ്രൈസ് തരാന്ന് വെച്ചല്ലേ. ആ അത് കൊള്ളാം എന്തായാലും.